നമ്മൾ കഴിഞ്ഞ ആക്ടിവിറ്റിയിൽ മുള തയ്യാറാക്കി, നേരത്തെ കല്ലും തടിയും ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. നമുക്കിനി ഇവിടേക്കൊരു മരവും അതിലേക്ക് പഴവുമാണ് ഉൾപ്പെടുത്തേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് വീണ്ടും വ്യൂ പോയിൻ്റ് ഫ്രണ്ടിലേക്ക് വരാം. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇവിടെ നിന്നും ഈ ഒരു പോർഷനിലേക്കാണ് നമുക്കൊരു മരം ഉൾപ്പെടുത്തേണ്ടത്. ഇപ്പോൾ 3D കർസർ ഇവിടെയാണുള്ളത്. നമുക്ക് 3D കർസർ വേൾഡ് ഒറിജിനിലേക്ക് കൊണ്ടുവരാം. അതിനുവേണ്ടി Shift+S1 പ്രസ് ചെയ്ത് അത് വേൾഡ് ഒറിജിനിലേക്ക് വന്നിട്ടുണ്ട്. ഇനിയും നമുക്ക് ഇതിലേക്കൊരു മരമാണ് ഉൾപ്പെടുത്തേണ്ടത്. തൽക്കാലം ഇതിലുള്ള മറ്റ് ഐറ്റംസൊക്കെ നമുക്കൊന്ന് ഹൈഡ് ചെയ്യാം. ഗ്രൗണ്ട് ഹൈഡ് ചെയ്താലും ബാക്കിയൊക്കെ അവിടെ നിന്നാലും പ്രശ്നമില്ല. ഓക്കെ, നമുക്ക് തൽക്കാലം ഗ്രൗണ്ട് മാത്രം ഹൈഡ് ചെയ്യുന്നു. ഇവിടെ മരം നേരത്തെ മുള തയ്യാറാക്കിയ പോലെ അല്ല മരം തയ്യാറാക്കുന്നത്. ഇവിടെ നമുക്ക് ധാരാളം ആഡ് ഓൺസുകൾ ലഭിക്കും. നമുക്ക് ഓൾറെഡി റെഡിമെയ്ഡായിട്ട് ചില വസ്തുക്കളെ നമുക്ക് ഇതിലേക്ക് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും ആഡ് ഓൺസായിട്ട്. അതെങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഇവിടെ നോക്കാൻ പോകുന്നത്. ഇവിടെ എഡിറ്റിനകത്ത് പ്രിഫറൻസിനകത്ത് എടുക്കാം. ഇവിടെ ഇൻ്റർഫേസ് എന്നായിരിക്കും ആദ്യം കിടക്കുന്നത്. നമ്മൾ ആഡ് ഓൺസ് എന്നുള്ള സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ നമുക്കൊരു ട്രീ ആണ് ഉൾപ്പെടുത്തേണ്ടത്. അതുകൊണ്ട് ട്രീ എന്ന് ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ആഡ് കർവ് സാപ്ലിംഗ് ട്രീ ജെൻ എന്നുള്ളതുണ്ട്. ഇവിടെ ഞാൻ ഓൾറെഡി ആഡ് ചെയ്തുകൊണ്ടാണ് ഇവിടെ ടിക്ക് മാർക്ക് വന്നിരിക്കുന്നത്. അവിടെ ടിക്ക് മാർക്ക് കൊടുത്ത് അതിനെ ഇതിലേക്ക് നമ്മുടെ ബ്ലെൻഡറിലേക്ക് ഉൾപ്പെടുത്തുക. അതിനുശേഷം ഇത് ക്ലോസ് ചെയ്യുന്നു. ഒന്ന് സൂം ചെയ്ത് വെക്കാം. അതിനുശേഷം ഇവിടെ ആഡ് കർവ് സാപ്ലിംഗ് ട്രീ ജെൻ എന്നുള്ള കർവാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ആഡ് കർവിനകത്ത് സാപ്ലിംഗ് ട്രീ ജെൻ എന്നുള്ള രീതിയിൽ ഒരു ട്രീ ആഡ് ചെയ്യുന്നു. ഇതിൻ്റെ ജോമെട്രി എന്നുള്ളത് മാറ്റി ലീവ്സ് ആക്കുന്നു. അതിനുശേഷം ഷോ ലീവ്സ് എന്നുള്ളത് കൊടുത്ത് നമുക്കതിനെ ലീവ്സിനെ കാണിക്കാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ഷോ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനെ ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം സ്കെയിൽ ചെയ്യാം. അതിൻ്റെ വലുപ്പം കൂട്ടാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിനനുസരിച്ചുള്ള വലുപ്പമൊക്കെ പിന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ലീവ്സിനെ നമുക്ക് നോക്കാം. ഇവിടെയും അതിൻ്റെ ജോമെട്രി ഒന്നുകൂടെ മാറ്റണമെന്നുണ്ടെങ്കിൽ ഇത് ഇനിയും സാധ്യതയില്ല. വീണ്ടും അത് നമ്മൾ ഡിലീറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഇതിനകത്ത് ഉൾപ്പെടുത്തേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം നമുക്ക് ഒന്നുകൂടെ ചെയ്യാം. ആഡ് കർവ് സാപ്ലിംഗ് ട്രീ ജെൻ കൊണ്ടുവരുന്നു. അതിനുശേഷം ഇവിടുന്ന് ജോമെട്രി എന്നുള്ളത് മാറ്റി ലീവ്സ് എന്നുള്ളതാക്കുന്നു. അതിനുശേഷം ഷോ ലീവ്സ് എന്ന് കൊടുക്കുന്നു. ലീവ്സിൻ്റെ സ്കെയിൽ ചെയ്ത് അതിൻ്റെ നീളം ഒക്കെ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ അതിവിടെ നിന്ന് ചെയ്യാനായിട്ട് സാധിക്കും. ഇനിയും ഇതിൻ്റെ വലുപ്പം കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇത് സെലക്ട് ചെയ്തതിന് ശേഷം മരത്തിനെ സ്കെയിൽ ചെയ്യണമെങ്കിൽ നമുക്കിവിടെ നിന്നും ട്രീ സ്കെയിൽ എന്നുള്ളത് ഉപയോഗിച്ചിട്ട് നമുക്കതിൻ്റെ വലുപ്പം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഇത് ഫിക്സ് ചെയ്തതിന് ശേഷം എസ് പ്രസ് ചെയ്തിട്ട് നമുക്കതിൻ്റെ വലുപ്പം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. അതുപോലെ ലീവ്സിനകത്ത് അതിൻ്റെ ലീവ്സിൻ്റെ നീളം കൂട്ടണമെങ്കിലുമൊക്കെ ലീവ് സ്കെയിൽ എന്നുള്ളതൊക്കെ ഉണ്ട്. അത് ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് നോക്കാം. ഇനിയും ഇത്രയും വേണമെന്നില്ല, കുറച്ച് കുറയ്ക്കാം. പഴം നിൽക്കുന്നത് കാണണമല്ലോ. ശരി, ഇത് ഫിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള നിറം നൽകാം. ആദ്യം നമുക്ക് തടി സെലക്ട് ചെയ്യാം. തടി സെലക്ട് ചെയ്തിട്ട് ന്യൂ മെറ്റീരിയൽ ആഡ് ചെയ്യാം. തടിക്ക് അനുയോജ്യമായിട്ടൊരു കളറ് സെലക്ട് ചെയ്യാം. അടുത്ത ലീവ്സ് സെലക്ട് ചെയ്യാം. അതിനുശേഷം അനുയോജ്യമായിട്ടുള്ളൊരു കളറ് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ അതിൻ്റെ കളറ് സെലക്ട് ചെയ്യുന്നു. ഇനി നമുക്ക് മൂവ് ടൂൾ ഉപയോഗിച്ചിട്ട് ഇതിനെ നീക്കി വെക്കാവുന്നതാണ്. മൂവ് ടൂൾ ഉപയോഗിച്ച് നീക്കുമ്പം ഈ തടിയേൽ വേണം സെലക്ഷൻ ഉണ്ടാവേണ്ടത്. തടിയെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് നീക്കി വെക്കേണ്ടതാണ്. ഇല സെലക്ട് ചെയ്തിട്ടല്ല, തടി സെലക്ട് ചെയ്തിട്ട് വേണം ഇതിനെ നീക്കി വെക്കേണ്ടത്. ഓക്കെ,
ഇനി ഇവിടെ നമുക്ക് ഗ്രൗണ്ട് ഒന്ന് ഓപ്പൺ ചെയ്യാം, അല്ലെ അൺഹൈഡ് ചെയ്യാം. നമുക്ക് ഇവിടെ നിന്നും പുറകിൽ നിന്നും കരടി ഓടി വന്ന് ഈ ഒരു ഭാഗത്ത് ഉള്ള മരത്തിൽ നിന്ന് വീഴുന്ന ഫലമാണ് എടുക്കാനായിട്ട് വരേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ ഇങ്ങോട്ട് മാറ്റി വെക്കാം. അതോടൊപ്പം നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയൊരു കുന്ന് ഇവിടേക്ക് തയ്യാറാക്കാം. അതിൻ്റെ പൊക്കത്തിൽ അതിനെ പൊക്കി വെക്കാമെങ്കിൽ ഇതിൽ നിന്ന് വീഴുന്ന ആ പഴം ഇതിലേക്ക് ഉരുണ്ടു പോകുന്ന രീതിയിലും അതിനെ സെറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഗ്രൗണ്ട് സെലക്ട് ചെയ്യാം, ടാബ് കീ പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു പോർഷനിൽ നമുക്ക് ചെറിയൊരു കുന്ന് തയ്യാറാക്കാം. വീണ്ടും സി പ്രസ് ചെയ്തിട്ട് ഇവിടെ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം പ്രൊപ്പോർഷൻ എഡിറ്റിംഗ് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, പ്രൊപ്പോർഷൻ എഡിറ്റിംഗ് ഓൺ ആക്കുന്നു, മൂവ് ടൂൾ എടുക്കുന്നു, ഇതിനെ മുകളിലേക്ക് പൊക്കാം, അതിൻ്റെ ഏരിയ ഒന്ന് കൂട്ടാം. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ അവിടെ ഒരു ചെറിയ കുന്ന് തയ്യാറാക്കാം. ഇനിയും ഈ മരത്തിനെ ഒബ്ജക്റ്റ് മോഡിലേക്ക് പോകാം. മരത്തിനെ നമുക്ക് ഈ കുന്നിൻ്റെ മുകളിലേക്ക് കൊണ്ട് വെക്കാവുന്നതാണ്. മരത്തിന് കുറച്ചുകൂടെ ഡാർക്ക്നെസ് കൊടുക്കുക. ഈ മെറ്റീരിയൽ ഒന്ന് ഡാർക്കാക്കിയാൽ മതിയാവും മരമല്ല ഗ്രൗണ്ടിന്. അതിനുശേഷം ഈ മരത്തിനെ പിടിച്ച് നമുക്കിതിൻ്റെ മുകളിലേക്ക് കൊണ്ടുവെക്കാം. അപ്പോൾ അത് നമുക്ക് വ്യൂ പോയിൻ്റ് റൈറ്റ് നോക്കാം. റൈറ്റ് നോക്കിയതിന് ശേഷം ഇവിടേക്ക് മരത്തിൻ്റെ ഇവിടേക്ക് കൊണ്ടുവെക്കുന്നു, അല്ല കുന്നിൻ്റെ അവിടേക്ക് വെക്കുന്നു. ഇനിയും വ്യൂ പോയിൻ്റ് ടോപ്പ് നോക്കാം. ടോപ്പ് നോക്കിയതിന് ശേഷം കുന്ന് എവിടെയാണെന്നുള്ളത് കാണുന്നില്ല, ഒരു ചെറിയ പ്രശ്നം. ഓക്കെ, കുന്നിൻ്റെ പുറത്ത് തന്നെയാണ് നിൽക്കുന്നതെന്ന് തോന്നുന്നു. അതവിടെ കൊണ്ടുവെക്കാം. മുകളിലേക്ക് ഉയർത്താം. കുന്നിൻ്റെ പുറത്ത് തന്നെയാണെന്നുള്ളത് ഉറപ്പുവരുത്താം. ഓക്കെ, റെഡി. റെഡി. അപ്പോൾ ഈ മരം മൂവ് ചെയ്യിക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ തടിയിൽ സെലക്ട് ചെയ്തിട്ട് വേണം മരത്തിനെ മൂവ് ചെയ്യിക്കാൻ, അല്ലെങ്കിൽ ഇല അവിടെ ഇലയും തടിയുമായിട്ട് അത് വേറിട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രീതിയിൽ മരത്തിൻ്റെ തടിയിൽ സെലക്ട് ചെയ്തിട്ട് വേണം മൂവ് ചെയ്യിക്കാനായിട്ട്. ഓക്കെ, റെഡി. അപ്പോൾ ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കുന്നിൻ്റെ പുറത്താണ് ഇപ്പം ആ മരം നിൽക്കുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് ഫ്രൂട്ട്സിനെ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. മരം ലൊക്കേഷനെ കൊണ്ട് വെച്ചിട്ട് ഫ്രൂട്ടിനെ ആഡ് ചെയ്യുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ നമ്മൾ മരം മൂവ് ചെയ്യുമ്പം ഫ്രൂട്ട്സ് അതിൻ്റെ കൂടെ വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ആദ്യം മരത്തിനെ സെറ്റ് ചെയ്യുക. സെറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഫ്രൂട്ട് തയ്യാറാക്കുക. ഓക്കെ, താങ്ക് യു.